അങ്ങനെ ഞങ്ങളുടെ ക്യാമ്പറോൺ ട്രിപ്പിനുള്ള തയ്യാറെടുപ്പുകളൊക്കെയാണ് ഈ കാണുന്നത്. അങ്ങനെയെല്ലാം പാക്കൊക്കെ ചെയ്തു, വീടൊക്കെ നീറ്റാക്കി വെച്ചു. ഞങ്ങളിത് ഇറങ്ങുവാണ്. അപ്പം രാവിലെ ഒരു 8:30 ഒക്കെ ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങിയ. ഇത് ഞങ്ങൾ വെസ്റ്റ് ഓക്ലൻഡിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടെ നിന്നൊരു 1 hour ഡ്രൈവ് ഉണ്ട് ഈ ക്യാമ്പർ വാൻ നെക്രൻറ്റ് ക്യാമ്പർ വാൻ്റെ ഓഫീസിലേക്ക്. പുക്കീനോ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ അവിടെ ചെന്നു. അവർ 10 o'clock ഓപ്പൺ ചെയ്യുള്ളൂ. അപ്പോൾ വി ക്യാൻ കളക്ട് ക്യാമ്പർ വാൻ ഓൺലി ആസ് ഏർലി ആസ് 10 o'clock. അപ്പോൾ ക്യാമ്പർ വാൻ കളക്ട് ചെയ്തു. ഇത് നെക്രൻറ്റിൻ്റെ ഓഫീസാണ്. ഓഫീസാണ് അവിടെ നമുക്ക് കോഫിയൊക്കെ കുടിക്കാം. നല്ലൊരു കിച്ചണും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ക്യാമ്പർ വാനൊക്കെ കളക്ട് ചെയ്തു. ഞങ്ങളങ്ങനെ പുക്കീനോ വിട്ടു. ഇനി ഞങ്ങൾ പോകുന്നത് ഹാമിൽട്ടണിലേക്കാണ്. അപ്പോൾ പുക്കീനോന്ന് ഞങ്ങൾ 11:30 ആയി വിട്ടപ്പോൾ, കാരണം ക്യാമ്പർ വാൻ ചെക്സും കാര്യങ്ങളും ഇങ്ങനെയെല്ലാം നമുക്ക് അടുക്കി പെറുക്കിയൊക്കെ വെച്ചപ്പോൾ ആ സമയമായി. അങ്ങനെ ഞങ്ങൾ അവിടെ ഹാമിൽട്ടണിൽ സോൾട്ട് മാംഗോ ട്രീ എന്ന് പറയുന്ന ഒരു മലയാളി റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ 1 മണിയൊക്കെ ആയപ്പോൾ എത്തി. അപ്പോൾ അവിടെ നിന്ന് നല്ല നാടൻ ഊണ് കഴിച്ചു, പായസമൊക്കെ കുടിച്ചു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. ഹാമിൽട്ടണിൽ നിന്ന് ഞങ്ങളിനി പോകുന്നത് ഞങ്ങളുടെ ഫസ്റ്റ് ക്യാമ്പ് സൈറ്റായ ഇന്ന് ഞങ്ങൾ Day 1 ക്യാമ്പ് ചെയ്യാൻ പോകുന്നത് ടോപ്പൂലുള്ള ഒറാക്കെ കൊറാക്കോ ജിയോ തെർമൽ പാർക്കാണ്. പേരൊരു കടികെട്ടി പോരാ. അപ്പം അവിടെയാണ് ഞങ്ങൾ ക്യാമ്പ് ചെയ്യാൻ പോകുന്നത്. ഹാമിൽട്ടണിൽ നിന്ന് ഏകദേശം 2-2.5 മണിക്കൂർ യാത്രയുണ്ട് ഈ പറഞ്ഞ ജിയോ തെർമൽ പാർക്കിലേക്ക്. അപ്പം ഞങ്ങളുടെ പ്ലാൻ വാസ് ടു വിസിറ്റ് അവിടെ ജിയോ തെർമൽ ഏരിയ ഉണ്ട്. അപ്പം അതൊക്കെ വിസിറ്റ് ചെയ്യണമെന്നായിരുന്നു പ്ലാൻ. പക്ഷെ ഞങ്ങൾ എത്തിയപ്പോഴേക്കും ലേറ്റ് ആയിപ്പോയി. കാരണം 3:45 PM ലാസ്റ്റ് വിസിറ്റിംഗ് ടൈം. അപ്പം അത് കഴിഞ്ഞാൽ പിന്നെ ഇല്ല. അപ്പം ഞങ്ങൾ അവരെ വിളിച്ചിട്ട് അത് പോസ്റ്റ്പോൺ ചെയ്തു നാളെ രാവിലത്തേക്ക്. ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ 4:20 ആയി വൈകിട്ട്. അപ്പം ഇവിടെ നിന്ന് ഈ ഏരിയയിൽ നിന്ന് ഫെറി പിടിച്ചിട്ട് ഒരു ബോട്ടിലങ്ങ് അപ്പുറത്തേക്ക് പോയിട്ടാണ് ഈ പറഞ്ഞ ജിയോ തെർമൽ ഏരിയ. അപ്പം അത് ഞങ്ങൾ നാളെ രാവിലെ ചെയ്യുന്നുണ്ട്. നാളെ രാവിലെ. അപ്പം ഇന്ന് തൽക്കാലം ഞങ്ങളുടെ ഉദ്ദേശം ഇവിടെ ക്യാമ്പ് ചെയ്യുക, സംവിധാനമായിട്ടൊന്ന് റെസ്റ്റ് എടുക്കുക, ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക, അങ്ങനെ കാര്യങ്ങളൊക്കെയാണ്. ഇതൊരു നോൺ പവേർഡ് ക്യാമ്പ് സൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാമ്പർ വാൻ നമുക്ക് ചാർജ് ചെയ്യാനോ അങ്ങനെ ഒന്നും പറ്റില്ല. അപ്പോൾ ക്യാമ്പർ വാൻ ഇപ്പം ഞങ്ങൾ ഇത്രയും നേരം റൺ ചെയ്ത ആ ഒരു ചാർജും കാര്യങ്ങളിലുമാണ് ഇലക്ട്രിസിറ്റിയും ഒക്കെ ഓടുന്നത്. അപ്പോൾ ഞാനിപ്പോൾ കുക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യമായിട്ട് ഒന്ന് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിള്ളേർക്ക് ഹോട്ട് ചോക്ലേറ്റും എനിക്കും ദിലുവിനും കോഫി ആണ്. അല്ല, ദിലുവിന് ചായ, എനിക്ക് കോഫി, പിള്ളേർക്ക് ഹോട്ട് ചോക്ലേറ്റ്. അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കിയത്. നല്ല ടോപ്പ് എത്തിയപ്പോൾ കുറച്ചും കൂടെ ഓക്ലൻഡിനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ തണുപ്പാണ്. ഞങ്ങൾ താഴേക്ക് ഡൗൺ സൗത്തിലേക്കാണല്ലോ പോകുന്നത്. ഡൗൺ സൗത്തിലേക്ക് പോകുന്തോറും തണുപ്പ് കൂടി വരും. അപ്പം അങ്ങനെ നല്ല തണുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ട് രാത്രിയിലത്തേക്ക് ഡിന്നർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ദിലു അവിടെ TV-യിൽ എന്തെങ്കിലുമൊക്കെ മൂവി ഒന്ന് പ്ലേ ചെയ്യാനുള്ള തത്രപ്പാടിലാണ്. അപ്പോൾ അത് പിള്ളേർ ഹോട്ട് ചോക്ലേറ്റും ഞങ്ങൾ ചായയും കാപ്പിയൊക്കെ കുടിച്ച് ഒന്ന് റെസ്റ്റ് എടുത്തു. അപ്പം അതിനുശേഷം രാത്രി ഡിന്നറിൻ്റെ പണികളാണ്. അപ്പം അത് ഞാൻ വളരെ ലൈറ്റായിട്ട് ഡിന്നറാണ്. കാരണം ക്യാമ്പർ വാൻ അകത്ത് തന്നെയാണല്ലോ. അപ്പോൾ ചെറിയ കിച്ചണൊക്കെയാണ്. അപ്പം ഞങ്ങൾ വളരെ ലളിതമായ ഡിന്നറാണ്. അപ്പം ചോറ്, ചെറുപയർ, തൈര്, അത്രേ ഉള്ളൂ ഇന്നത്തെ ഡിന്നർ. അങ്ങനെ ഡിന്നറൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കിടക്കാൻ പോവുകയാണ്. ഇവിടെയാണ് ഞാനും ദിലുവും കിടക്കുന്നത്. ഇവിടെ എസ്തറിനും മാർത്തേക്കും ബെഡൊക്കെ ദിലു സെറ്റാക്കി കൊടുത്തു. ബാവന്മാരും അവിടെ കിടന്നു. അങ്ങനെ Day 1 ഇവിടെ തീരുവാണ്. അപ്പോൾ Day 1 പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. ഞങ്ങൾ ഓക്ലൻഡിൽ നിന്ന് ടോപ്പ് എത്തി. അതാണ് Day 1. അപ്പോൾ നമ്മൾ Day 2 കാണാൻ ഞാൻ മറ്റേ ജിയോ തെർമൽ പാർക്കിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം. ബൈ ബൈ.